അങ്ങനെ ആ ഒരു ബോട്ടിന്റെ സഹായത്തോടെ ലൂഫിയും ഗോപിയും ഷെൽ ടൗണിലെത്തുന്നു. അവിടെ ഒരു മറൈൻ ബേസ് ഉണ്ട്. അവിടെയാണ് ലൂഫി ക്രൂവിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിരുന്ന റൊറോണോ സോറോ ഉള്ളത്. പക്ഷെ സോറോയെ മറൈൻ ബേസിൽ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയായിട്ടുള്ള റിക്ക സോറോയ്ക്ക് ഒനിഗിരി കൊടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഹെൽമപ്പ് എന്നൊരുത്തൻ ആ ഒരു ഒനിഗിരി നിലത്തിട്ട് ചവിട്ടുന്നു. പിന്നീട് സോറോ തന്നെ പറഞ്ഞിട്ട് ലൂഫി ആ ഒരു ഒനിഗിരി അവനടുത്ത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. റിക്ക ലൂഫിയോടും ഗോപിയോടും പറയുന്നു, ക്യാപ്റ്റൻ മോർഗൻസ് ആണ് ഈ ഒരു വില്ലേജ് ഭരിക്കുന്നത്. അവന്റെ മകനായ ഹെൽമപ്പയാണ് ഈ ഒരു വില്ലേജിലെ ആൾക്കാരെ പതിവായിട്ട് അബ്യൂസ് ചെയ്യുന്നത്. ഒരു ദിവസം ഹെൽമപ്പോ ഒരു വൈൽഡ് വൂഫിനെ ബാറിൽ കൊണ്ടുവന്നു. അത് കസ്റ്റമേഴ്സിനെ അറ്റാക്ക് ചെയ്ത് ഫുഡ് കഴിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന സോറോ അവനിട്ട് 2 കൊടുത്തു. അപ്പോഴേക്ക് ഹെൽമപ്പ് പറഞ്ഞു, സോറോ നീ സറണ്ടർ ചെയ്തില്ലെങ്കിൽ ബാറിലുള്ള എല്ലാവരെയും ഞാൻ കൊല്ലും. അത് കേട്ട സോറോ മറൈൻസിന് സറണ്ടർ ചെയ്തു. 1 മാസത്തോളം അവനെ അവിടെ ക്രൂസിഫൈ ചെയ്തു. 1 മാസത്തോളം മറൈൻ ബേസിൽ ക്രൂസിഫൈ ചെയ്യുമെന്നാണ് സോറോയോട് ഹെൽമപ്പോ പറഞ്ഞിരുന്നത്. പിന്നെ ഹെൽമപ്പോ ഡീലൊക്കെ ബ്രേക്ക് ചെയ്ത് സോറോയെ എക്സിക്യൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇത് കേട്ട ലൂഫി കാലിപ്പ് വന്നിട്ട് ഹെൽമപ്പെ അടിച്ചിട്ട് സോറോയുടെ കറ്റാന തേടി മറൈൻ ബേസിലേക്ക് പോകുന്നു. ക്യാപ്റ്റൻ മോർഗൻസ് അവന്റെ സ്റ്റാച്ചു ബേസിന്റെ റൂഫ് ടോപ്പിൽ സെറ്റ് ചെയ്യാൻ സോൾജേഴ്സിനെ ഓർഡർ ചെയ്യുകയാണ്. ലൂഫി റൂഫ് ടോപ്പിൽ ജമ്പ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാച്ചു തകർന്നു പോകുന്നു. പിന്നെ ഹെൽമപ്പയും പിടിച്ചുകൊണ്ട് അവൻ ബിൽഡിംഗ് മുഴുവൻ കറ്റാന സെർച്ച് ചെയ്യുന്നു. അതേസമയം ആൽവിത പാരിസിൽ നമ്മൾ കണ്ട അതേ പെൺകുട്ടി ഇവിടെയും മോഷ്ടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഈ സമയം കോബി സോറോയെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. പക്ഷെ ക്യാപ്റ്റൻ മോർഗൻസ് അത് കാണുന്നു. സോൾജേഴ്സിനോട് ഷൂട്ട് ചെയ്യാൻ ഓർഡർ കൊടുക്കുന്നു. അപ്പോൾ തന്നെ ലൂഫി അവിടെ വന്ന് അവൻ്റെ റബ്ബർ ബോഡി കൊണ്ട് ബുള്ളറ്റ്സിനെ ഡിഫ്ലക്ട് ചെയ്ത് അവരെ സേവ് ചെയ്യുന്നു. അങ്ങനെ 2ാമത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്.